ഇവിടെയാണോ? എല്ലാവരും അറിയട്ടെ. അങ്ങനെ ഒരു പരിവേഷം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ. അനിയന്റെ ക്യാരക്ടർ ഇതിൽ ഞാൻ മോഹൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തത് അച്യുതന്റെ അനുജനായിട്ടാണ് ചെയ്യുന്നത്. ഇതില് ചേച്ചിയും ഞാനും തമ്മിൽ നല്ല സ്നേഹമാണ്, വളരെ മനോഹരമായ സ്നേഹമാണ്. സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, എന്തായാലും സിനിമ കാണണം. ഇതിൽ ഞാൻ കാസ്റ്റ് ചെയ്ത് ജോസഫ് സാറിലൂടെയാണ് എന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് മുന്നേ ഹൃദയഹാരിയായ പ്രണയകഥ രതീഷ് ബാലകൃഷ്ണ പൊതുവൽ സാറിൻ്റെ അതിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ മീശ എന്ന് പറഞ്ഞ മൂവി, അങ്ങനെ കുറച്ച് സിനിമകളിലൊക്കെ ഭാഗമായി അങ്ങനെ അച്യുതാവതാരം വരെ എത്തിയിട്ടുണ്ട്. ഭയങ്കര രസമായിരുന്നു. ഇതിലെ ക്രൂ മെമ്പേഴ്സും ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും എല്ലാവരും ഒരു കുടുംബം പോലെയായിരുന്നു നമ്മുടെ മൂവി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു അതിർവരമ്പില്ല. ഇപ്പം പല മലയാള സിനിമയല്ല, പല സിനിമകളിലും നമ്മൾ ചിന്തിക്കുക ടെക്നീഷ്യൻസ് എന്ന് പറയുമ്പോൾ വേറൊരു വിഭാഗം, ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ വേറൊരു വിഭാഗം, പിന്നെ ഡയറക്ടർ ടീമിൻ്റെ അവരുടെ ഒരു വേറൊരു വിഭാഗം, അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മുടെ മൂവിയിൽ അങ്ങനെയൊന്നുമില്ല, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്, ഒരു ഫാമിലിയാണ്. അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായ രീതിയിലാണ് സിനിമ കംപ്ലീറ്റ് ചെയ്തതും തുടർന്ന് ഇതുവരെ എത്തിയിട്ടുള്ളത്. ഇനി 17-ാം തീയതി സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ മുഴുവൻ പ്രേക്ഷകരും ചേർത്ത് പിടിക്കണം. കാരണം ഇത് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൂവിയാണ്, അതോടൊപ്പം ത്രില്ലർ മൂവിയാണ്. ഇതൊരൊറ്റ ജേണറിൽ പറഞ്ഞൊതുക്കേണ്ട സിനിമയല്ല. ഒരുപാട് ജേണറുകൾ, ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നത് പോലെ, അല്ലെങ്കിൽ ഒരാളുടെ മുഖത്ത് ഒരുപാട് ഭാവങ്ങൾ വരുന്നത് പോലെ നമ്മുടെ സിനിമയിൽ ഓരോ ജോണറുകളും പറഞ്ഞിങ്ങനെ വരുന്നുണ്ട്. അതോടൊപ്പം ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇപ്പം അച്യുതയുടെയും മോഹൻ്റെയും കുടുംബത്തിൽ അവരുടെ അമ്മയും അച്ഛനും ചുറ്റുമുള്ള ആളുകളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതിലൂടെ കഥ എങ്ങനെ മുന്നോട്ട് പോകാം, അവർ ഒരു സൊസൈറ്റിയിൽ അല്ല ഒരു കുടുംബത്തിൽ ഒരു ആളുകൾ നേരിടേണ്ട വിഷയം എന്താണോ അത് കൃത്യമായി ഇന്നത്തെ കാലഘട്ടത്തിൽ പറയേണ്ട കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അനുഭവിച്ച് തന്നെ തിയേറ്ററിൽ പോയി അനുഭവിച്ച് തന്നെ ഓരോ പ്രേക്ഷകരും മനസ്സിലാക്കണം. അത്രയും മനോഹരമായ മൂവിയാണ് നമ്മുടെ സിനിമ. ഇതിൽ ക്രൂരനായ വില്ലൻ ആയിട്ട് കുറെ പേരുണ്ടെങ്കിലും അതുപോലെ ക്രൂരനായ സഹോദരൻ, പിന്നെ വേറെയും കുറെ ആളുണ്ട്. അവരെല്ലാം ആരും ഒന്നും പറയുന്നില്ല. ഈ അനിയൻ കുറച്ച് ക്രൂരത കാണിക്കുമ്പോൾ, ചേച്ചിയോട് ഇത്തിരി കുശുമ്പൊക്കെ കാണിക്കുമ്പോൾ അത് ഭയങ്കര പ്രശ്നമായി മാറും. എന്നാലും നമ്മുടെ ചേച്ചി അനിയനും തമ്മിൽ ഭയങ്കര ബോണ്ടാണ്, ഭയങ്കര സ്നേഹമാണ് മൂവിയിൽ. പക്ഷെ ചേച്ചി കുറച്ച് ഭയങ്കരമായിട്ട് പഠിച്ച് വളർന്ന് വലുതായി വരുന്ന കാണുമ്പോൾ അനിയൻ പഠിച്ച് വളർന്ന് വലുതായി കാണുമ്പോൾ ഇത്തിരി കൂടി ഭയങ്കര രീതിയിൽ അസൂയൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ മോഹൻ പാവാട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ കഥാപാത്രം. അപ്പോൾ എല്ലാവരും സിനിമ കാണണം. ഇതൊരു മജീദ്, ഞാന് പട്ടാമ്പിയാണ് സ്ഥലം, പട്ടാമ്പി കൂറ്റനാട്. ഞാനിതുപോലെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആളാണ്. കഴിഞ്ഞ 14 വർഷത്തോളമായിട്ട് തിയേറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കൂളിൽ നിന്ന് തുടങ്ങിയതാണ്. പഠിച്ചതൊക്കെ തിയേറ്റർ തന്നെയായിരുന്നു. ഡിഗ്രിയും PG ഒക്കെ തിയേറ്റർ ചെയ്ത്. ഞാൻ ഇപ്പോൾ കറന്റ് തിയേറ്റർ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ പുതിയൊരു ബ്ലാക്ക് കൂപ്പ് എന്ന് പറഞ്ഞ പ്ലാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഷോസ് നടന്നുകൊണ്ടിരുന്ന ഇടയിലാണ് ജോസഫ് സാർ വിളിക്കുന്നത്, നമ്മളോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ജോസഫ് സാറിന് എന്റെ സംവിധായകനായിട്ട് അറിയാവുന്ന ആളാണ്. പുള്ളി നേരെ വിളിക്കുന്നു, ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട്, വരാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ഈ ടെൻഷൻ ഇതാണ്, കന്നഡ സിനിമ എന്നാണ് അറിയുന്നത്. കന്നഡക്കാരാണ് നമുക്ക്, കന്നഡ ഫുൾ കന്നഡക്കാർ എല്ലാവരും കന്നഡക്കാരാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞില്ല, അവർ പറഞ്ഞത് മലയാളത്തിലാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് കുഴപ്പമില്ല, എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. പിന്നെ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ആക്ടിംഗ് രംഗത്ത് തന്നെ നിൽക്കുന്നത്. പ്രധാനമായിട്ട് തിയേറ്റർ, കാരണം തിയേറ്ററിനെ ഫോക്കസ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഷോ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വണ്ടി ചെയ്തത്. ഇനി ഇത് കഴിഞ്ഞാലും നേരെ ഷോ ചെയ്യാൻ പോവാണ്. അപ്പൊ ആക്ടറായിട്ട് നിൽക്കുന്നതോടെ തന്നെ നമ്മളൊരു സിനിമയ്ക്ക് ഒരു അവസരം തരുന്നു. ഇതിനു മുമ്പ് കുറെ ഇൻഡിപെൻഡന്റ് മൂവ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു നല്ലൊരു വർക്ക് വരുമ്പോ അതില് ഞാൻ ക്യാരക്ടർ എന്താണെന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ ഓക്കെ, ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുത്തു, ഓക്കെ പറഞ്ഞു. അപ്പൊ എനിക്കൊരു പോസ്റ്റർ അയച്ചു തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അതൊരു നെഗറ്റീവ് ശരി ക്യാരക്ടറാണ്. ഞാൻ അതിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞു. പിന്നെ ഇതിന്റെ പ്രോസസ്സിലേക്ക് എത്തിയപ്പോൾ മനസ്സിലായി ഇത് വിചാരിച്ച പോലെയല്ല, കുറച്ച് ടക്കി പരിപാടി, അങ്ങനത്തെ വില്ലൻ പരിപാടിയാണ്. ഇതിന്റെ ഒരു പ്രോസസ്സിൽ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ 2 ലൊക്കേഷൻസിൽ ഞങ്ങളുടെ പരിപാടി നടന്നിരുന്നു. ഒരു ബംഗ്ലാദേശിലും സിറ്റി ഏരിയയിലും, അതുപോലെ തന്നെ ഈ അച്യുതയുടെ വീടുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാമ ഇതിലുണ്ടായിരുന്നു. അപ്പൊ ഈ അച്യുത ആ ഏരിയയിലുള്ള ലൊക്കേഷൻസ് എനിക്ക് നമ്മൾ ഈ മുടിപ്പ് ഭാഗത്തായിരുന്നു. ഞാൻ വരുന്നത് പട്ടാമ്പി വള്ളുവനാട് ചേർന്നായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ മലയാളത്തിന്റെ ഒരു ഗ്രാമങ്ങൾ എടുത്ത് നോക്കുമ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നതാണ് ഈ പാലക്കാട് വള്ളുവനാട് ഏരിയ. അപ്പൊ എന്റെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരു സ്ഥലമാണ് അവിടെ ശരിക്കും. അല്ല, അത് മാത്രല്ല, ഒരു ചെറിയ ഞാൻ പെട്ടെന്ന് ഓർമ്മ പറയാ,
ഈ പറയുന്ന പർട്ടിക്കുലർ സ്ഥലത്തിന്റെ അപ്പുറത്തും പിന്നെ കേരളവും ഇപ്പുറത്തും കേരളമാണ്. അങ്ങനെ കൂടിയുണ്ട്. ഒരു പാലത്തിന് അപ്പുറം അപ്പൊ പിന്നെ ഒരിക്കലും മാറ്റം വരാൻ സാധ്യതയില്ല. അപ്പൊ പാലം കിടന്ന കേരളത്തിലെത്തി, പാലം കഴിഞ്ഞ ഇപ്പുറത്തെത്തി. ഇതിന്റെ ഇടയിലൂടെ ലൊക്കേഷൻ അപ്പൊ നമുക്ക് ഈ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന അതേപോലത്തെ ഒരു സ്ഥലമാണ് ഈ വീടും പരിസരമൊക്കെ. അപ്പൊ അവിടെ പോയിട്ട് നമുക്കെങ്കിലും വലിയൊരു വേറെ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യുന്ന ഫീൽ ചെയ്തായിരുന്നു. ഇതിന്റെ നല്ല അടിപൊളി പരിപാടിയാണ് സത്യം പറഞ്ഞാൽ. ഇതിന്റെ മ്യൂസിക്, അതിന്റെ ആ ക്രാഫ്റ്റ് കൃത്യമായിട്ട് ഓഡിയൻസിലേക്ക് എത്തുന്ന തരത്തില് മ്യൂസിക് വർക്ക് ആയിട്ടുണ്ട്. പിന്നെ അതിന്റെ കൊറിയോഗ്രാഫി അതിൽ മാളവിൽ തന്നെയാണ് അവിടെ ഡാൻസ് പോർഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അത് ആക്ച്വലി വളരെ വർക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ DOP ആയാലും സംവിധായകനായാലും ഡയറക്ടറായാലും നമുക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. അവര് രണ്ടുപേരും വേറെ ലാംഗ്വേജിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. നമ്മളൊട്ടും തന്നെ അൺകംഫർട്ട് ആക്കാറില്ല. സാറ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വേണ്ടത്. അപ്പൊ പിന്നെ അങ്ങനെ കുറച്ചുകൂടി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയത്. ഇതുപോലെ കുറെ പേരെ ഇതിനോട് പരിചയപ്പെടാൻ പറ്റുന്നുള്ളതാണ്. കുറെ സുഹൃത്തുക്കളായി ജോസഫും ഞാനും അനന്തകൃഷ്ണനുമാണ് ഒരുമിച്ചൊരു പോഷൻ തന്നെ. അനന്തകൃഷ്ണൻ എത്തിയിട്ടില്ല. അപ്പൊ ജോസഫിനെ ഒരുമിച്ച് കാണുമ്പോൾ തന്നെ എനിക്ക് ജോസഫിനെ കണ്ട പരിചയമുണ്ട്. പക്ഷെ എവിടെ മനസ്സിലാവില്ല. പിന്നെ ഹോസ്പിറ്റലില് ഓക്കെ ജോസഫ് മനസ്സിലാവുന്നു. പിന്നെ ഇത് ജോസഫ് വർക്കുകളും പിന്നെ ഞങ്ങള് 3 പേരും കൊണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പോർഷൻസ് എങ്ങനെ കുറച്ച് ഡിഫറെന്റ് ആക്കി ചെയ്യാം എന്നുള്ളതായിരുന്നു. പിന്നെ ഇവരാർക്കും ഇല്ലാത്ത തരത്തിലുള്ള കുറെ അധ്വാനങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഓടിയ അറിയാനുള്ള പരിപാടി ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ഞങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസം എന്താണെന്ന് വെച്ചാല് മജീദ് തലേന്നൊക്കെ നൈറ്റ് ഷൂട്ട് ഉണ്ട്. നൈറ്റ് ഷൂട്ടിൽ ചിലപ്പോ ഒരു 12-1 മണി വരെയൊക്കെ ഉണ്ടെങ്കിൽ ഷൂട്ട് കഴിഞ്ഞ് രാവിലെ കിടന്നു 5 മണിയാകുമ്പോൾ എഴുന്നേക്കും. ഇപ്പൊ പോണല്ലേ പോണം. ഞാൻ ആകെ ഇങ്ങനെ പോവാം. പോയി ക്യാമറ വെച്ച് ഓണാകുമ്പോൾ പിന്നെ ഇവരങ്ങ് ഓണായി. പിന്നെ ഒന്നും പറയണ്ടേ, വില്ലന്മാരെ നമ്മുടെ എനർജി കാരണം ആ നമ്മുടെ താമസിക്കുന്ന ലൊക്കേഷൻ ദൂരം ഉണ്ടായിരുന്നു. അപ്പൊ അത്ര സമയം റെസ്റ്റ് ചെയ്യാം. പിന്നെ ചെയ്യാൻ നാടകത്തിന്റെ ഇറങ്ങി തരുന്ന ഒരു എനർജി. ഞങ്ങൾ ഈ ഷൂട്ട് നടക്കുമ്പോ ഈ മംഗലാപുരത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പാരലിൽ അവിടെ വേറെ സിനിമയുടെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോ അവിടെ ചിദംബരം ഉണ്ട്, ടോവിനോ ഉണ്ട്. അപ്പൊ ഇങ്ങനെ മനസ്സിലാവുന്നത് ഇങ്ങനെയാണ് ഈ സിനിമ കാണുമ്പോഴും ഞങ്ങൾക്ക് ഈ ലൊക്കേഷൻസ് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിരുന്നു. അങ്ങനെ കുറച്ച് രസമായിട്ടുള്ള പരിപാടിയാണ്. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ സിനിമ കാണാൻ ശ്രമിക്കുക. എല്ലാവരുടെ അവരുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യുക. എല്ലാവരും ന്യൂ ഫേസ് ആണ്. അപ്പൊ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.